ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഹൻസ ഔട്ട്ലെറ്റിന്റെ ഫ്രണ്ടിലാണ്. എന്റെ ഒരു ഫ്രണ്ട് 1.5 വർഷത്തിന് ശേഷം നാട്ടിൽ പോവാണ്. അപ്പം വീട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെയുള്ള കുറച്ച് ചിന്ന ചിന്ന സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അകത്ത് കാണാം. പിന്നെ ഒരു കാര്യം, ഇന്ന് നല്ല സണ്ണി ഡേ ആണ്. ഞങ്ങള് എന്താ പറയാ, മഴയുള്ള ദിവസമൊക്കെ പ്രതീക്ഷിച്ച് വന്നിട്ട് സണ്ണി ഡേ ആണ്. അപ്പം കുറച്ച് സമ്മർ ക്ലോത്ത്സ് ഒക്കെ ഇട്ടതിന്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ നമുക്ക് കാണാം. നമ്മൾ നടന്നു വരുന്നോണ്ടാട്ടോ ഈ കാട് വഴിയൊക്കെ പോകുന്നത്, അല്ലാതെ ഇതിന്റെ എൻട്രൻസ് വേറെ സൈഡിലായിട്ട് ഉണ്ട്. ഇതാണ് നൈക്കിയുടെ ഔട്ട്ലെറ്റ്. ഇത് ഹൻസ ഔട്ട്ലെറ്റിന്റെ പുറത്തായിട്ടാണ്. നൈക്കിയുടെ ക്ലിയറൻസ് ഔട്ട്ലെറ്റ് മാത്രം പുറത്താണ്. ഇവിടെ നൈക്കിയുടെ എല്ലാ സാധനങ്ങളും, നല്ല ഷൂസും ഡ്രസ്സും ഒക്കെ നല്ല ഓഫറിൽ കിട്ടുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി കേട്ടോ. ഇവിടുത്തെ ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50% ഓഫ്, 30% ഓഫ്, അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, ഒന്നാമതേ ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂസൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഞാൻ കണ്ടതെല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂസാണ്. പിന്നെ ഇവിടെ ഫെമിനിൻ ഷൂസിന്, ഗേൾസിൻ്റെ ഷൂസിന് 50% ഓഫും ബോയ്സിൻ്റെ ഷൂസിന് 30% ഓഫുമാണ് ഞങ്ങൾ എന്നപ്പോൾ ഉണ്ടായിരുന്നത്. അത് ഓഫർ ടൈം അനുസരിച്ച് വേരി ചെയ്യും കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഒരു ഷൂ അവസാനം ഫൈനലൈസ് ചെയ്ത് അത് വാങ്ങിക്കുകയാണ്. ഇതിനിപ്പം റേറ്റ് എന്ന് പറയുന്നത് 79.9 യൂറോ സംതിങ് ആണ്. അതെ, അപ്പം അത് ഞങ്ങൾക്ക് 25 യൂറോസ് എന്തോ കുറച്ച് 50 യൂറോസ് സംതിങ്ങിന് കിട്ടി. അങ്ങനെ ഞങ്ങളത് വാങ്ങി. ഇത് അഭിജിത്താണ്. അഭിജിത്ത് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ അഭിജിത്തിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് അഭിജിത്ത് വാങ്ങിയതാണ്. അഭിജിത്ത് ഏകദേശം 1.5 വർഷമായി ഇവിടെ ഉണ്ട്. എൻ്റെ സബ്ജക്റ്റിൽ തന്നെ സീനിയറാണ് അഭിജിത്ത്. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ എങ്ങോട്ടാ പോണേ? ഇനി നമ്മൾ ഔട്ട്ലെറ്റിനകത്തേക്ക് പോകണം. അവിടെയാണ് ബാക്കി ബ്രാൻഡൊക്കെ, അഡിഡാസ്, പൂമ, ബാക്കി സാധനങ്ങളെല്ലാം. ഞാൻ ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അവൻ എന്നെ ഓരോ സ്റ്റോർസ് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാണ്. അപ്പം ആദ്യം കണ്ട സ്റ്റോർ തന്നെ പറയാണ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അത് നമുക്ക് പറ്റിയ സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞ് പോവാണ്. ഇത് കുട്ടികൾക്കുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കുള്ള ഐറ്റംസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നാട്ടിൽ പോകുമ്പം വീട്ടിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള, അതായത് ഇവിടെ നിന്നൊക്കെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ക്യാമ്പ് ഐറ്റംസ്, അതായത് നമുക്ക് ക്യാമ്പിങ് ചെയ്യാനൊക്കെ പറ്റിയ ഐറ്റംസ് ഒക്കെ ഉള്ള സ്റ്റോറാണെന്നാണ് അവൻ പറഞ്ഞത്. അപ്പം അതും അത്യാവശ്യം എക്സ്പെൻസീവ് ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ അത്യാവശ്യം റേറ്റ് കുറവാണ്, അഫോർഡബിൾ ആണെന്നൊക്കെ പറഞ്ഞാണ് എന്നെ ഇവിടെ കയറ്റിയത്. നമുക്ക് നാട്ടിൽ നിന്ന് ലഗേജൊക്കെ കൊണ്ടുവരാൻ ലിമിറ്റേഷൻസ് ഉണ്ടല്ലേ. അപ്പം നമ്മൾ മാക്സിമം കുറയ്ക്കുക ഈ ഡ്രസ്സസ് ആയിരിക്കും. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് എന്തായാലും ഡ്രസ്സ് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പം നമ്മുടെ സൈസ് ഇതുമായിട്ട് മാച്ച് ആവുമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ 2 സൈസിലുള്ളത് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയത്. അങ്ങനെ ഞാനൊരു ഡ്രസ്സ് എടുത്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് കാർഡ് വെച്ചിട്ട് പേ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, യൂറോ ആക്കി കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇതുവരെ യൂസ് ചെയ്തത്. അപ്പം കാർഡ് പേയ്മെൻറ്റും കഴിഞ്ഞു. നമ്മൾ അടുത്തത് അഡിഡാസിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി എല്ലാ ബ്രാൻഡ്സും തന്നെ ഉണ്ട് ഈ ഔട്ട്ലെറ്റിൽ. അപ്പം റോസ്റ്റോക്ക് എന്നൊക്കെ എഴുതിയത് കാണാൻ നല്ല രസമല്ലേ. ഞങ്ങളുടെ ഈ സ്ഥലം, ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ പേരാണ് റോസ്റ്റോക്ക്. എൻ്റെ യൂണിവേഴ്സിറ്റി റോസ്റ്റോക്കാണ്. അപ്പോൾ ഞങ്ങളിതാ അടുത്തത് കുറച്ച് പാത്രം നോക്കാം എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു, അതുകൊണ്ട് അവിടെ നിങ്ങൾ ഇറങ്ങി. പിന്നെ സ്കെച്ചേഴ്സിൻ്റെ ഷൂസ് എല്ലാം നോക്കുകയാണ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ചോക്ലേറ്റ്സ്. നമ്മൾ നാട്ടിലോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നാട്ടിലുള്ള സമയത്ത് തന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ വരുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക ദുബായ് ചോക്ലേറ്റിനാണ്. ഇപ്പം ഇതെല്ലാം അവിടെ നാട്ടിൽ അവൈലബിൾ ആണ്. എങ്കിൽ കൂടി നമ്മൾ കുറച്ച് മിഠായിയൊക്കെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഒരു സന്തോഷമാണ്, അത് കിട്ടുന്നവർക്കും ഒരു സന്തോഷമൊക്കെയാണല്ലേ. അപ്പം നമ്മളിപ്പം ഇതൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയും നാട്ടിൽ നിന്ന് മേടിച്ച് കൊടുത്താണ്. എന്നാലും ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാം തന്നെ നാട്ടിലും അവൈലബിൾ ആണ്. അങ്ങനെ നമ്മളും കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. അപ്പം നമ്മളിപ്പോൾ വാങ്ങിയ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടാണ് നമ്മൾ പ്യൂമയിൽ കയറാൻ പോകുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ടതേ ഉള്ളൂ, ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. നമ്മൾ ആദ്യമേ തന്നെ ഒരു ഷൂ എടുത്തിരുന്നു, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മാത്രമേ പർച്ചേസ് ചെയ്തുള്ളൂ. പിന്നെ ഇവിടെ വന്നതുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് ചുറ്റി കാണുകയാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതായത് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം എനിക്കെല്ലാം പറഞ്ഞു തരികയും എല്ലാം എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ റെസ്റ്റ് എടുക്കാനൊക്കെ എല്ലായിടത്തും സീറ്റ്സ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ജാക്കറ്റ്സ് ഒക്കെ വാങ്ങിക്കണം എന്തായാലും. അപ്പം നമ്മൾ ഇപ്പം സമ്മർ സീസൺ ആയതുകൊണ്ട് വിൻ്റർ ക്ലോത്ത്സ് വളരെ കുറവാണ്. അപ്പം ഞാൻ ജസ്റ്റ് വിലയൊക്കെ നോക്കുകയാണ്, അതിൻ്റെ ക്വാളിറ്റി അത്ര പോരാ. അപ്പം എന്തായാലും ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ, ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. നമുക്ക് വിൻ്റർ ആയിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഓൺലി സ്റ്റോറിലൊക്കെ കയറുകയാണ്. അവൻ ലൈക്ക് ഇനിയും ഞാൻ എന്തെങ്കിലുമൊക്കെ എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞാണ് കയറുന്നത്. പക്ഷെ ഞാൻ വാങ്ങിയില്ല ഗൈസ്. ആ ഒരു ഡ്രസ്സ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടവും ചുറ്റി കണ്ട് ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി.
ഇവിടെ പുറത്ത് കുറെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, അകത്തുള്ളതുപോലെ തന്നെ കാണാം. നമ്മൾ നേരത്തെ ആദ്യം കയറിയത് അങ്ങേറ്റത്തായിരുന്നു നൈക്കി, അവിടെ നമ്മൾ അകത്തോട്ട് കയറുമായിരുന്നു. ഇനിയിപ്പോ ലിന്റ് ഇവിടെ ഉണ്ട്, നമ്മളിനി അങ്ങോട്ടും കൂടെ പോയിട്ടാണ് നമ്മൾ പോകുന്നത്. ചോക്ലേറ്റ്സ് മേടിക്കാം. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ. അപ്പം നമ്മൾ ചോക്ലേറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി കയറുകയാണ്. ഇവിടെ കയറിയപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. കാരണം എന്താണെന്നറിയോ, ഭയങ്കര കളർഫുൾ അറ്റ്മോസ്ഫിയർ, ലൈക്ക് ഇല്ലാത്ത കളേഴ്സ് ഇല്ല. നമ്മൾ പണ്ട് മുതലേ ഗൾഫ് ചോക്ലേറ്റ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കളർഫുൾ ചോക്ലേറ്റ്സ് അല്ലേ വരുന്നത്. അപ്പം നമ്മളും കുറച്ചൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ അവസാനം ബർഗർ കിങ് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഫുഡ് കഴിക്കാൻ. ഓക്കെ ഗൈസ്, ഹലോ ഗൈസ്. അപ്പം ഇന്ന് സണ്ണി ഡേ എന്ന് പറഞ്ഞിട്ട് മഴ പെയ്ത് ഏറെക്കുറെ മൊത്തം നനഞ്ഞു. നമ്മൾ പോവാണ്. ബൈ ബൈ.